വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു വേപ്പുമരത്തിൽ തട്ടിവന്ന കാറ്റിൻ്റെ നാമം ചൊല്ലൽ കേട്ട് കുട്ടിക്കാലം മുതൽ വായിച്ചു കൂട്ടിയ കുറേ പുസ്തകങ്ങളിൽ നിന്നുള്ള യാത്രയാണ് അശ്വമേധത്തിൻ്റെ 25ാം വർഷത്തിൽ എത്തി നിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ പ്രതിഭ ലോകത്തിൽ ഒരിടത്തും വിജയിക്കും എന്ന അഭിപ്രായം എനിക്കില്ല. Success never comes single-handed or it can never originate from a single source. ഒരാളിൽ നിന്ന് വിജയമുണ്ടാകുന്നില്ല. എത്രയോ പേരുടെ എത്രയോ കാലത്തെ നിരന്തരമായ കൂട്ടായ്മയുടെ ഫലമായി ഉണ്ടായ ഒരു വിജയത്തിൻ്റെ പേരാണ് അശ്വമേധം. അതിൻ്റെ മുൻനിരയിൽ നിൽക്കാനുള്ള അസാമാന്യമായ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് തന്നെ മറ്റ് ഭാഷകളിലേക്ക് ക്ഷണിക്കപ്പെടുകയും മറ്റ് ചാനലുകളുമായും ഒക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നത് സത്യം തന്നെ. തിരുവനന്തപുരത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു കൂട്ടുകാരനോടൊപ്പം ചായയ്ക്കും വടയ്ക്കുമായി മനസ്സിലോർമ്മിച്ച വ്യക്തിയെ കണ്ടുപിടിക്കുന്ന പന്തയ മത്സര കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കണ്ടുപിടിക്കാമോ എന്ന് അന്ന് ചോദിച്ച മിഖായേൽ ഷെളോക്കോവിനെയും കുറിയേടത്ത് താത്രിയെയും മനസ്സിൽ വിചാരിച്ച് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ ഫോൺ നമ്പർ എഴുതിക്കൊണ്ടുപോയ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത സതീഷ് നമ്പൂതിരി എന്ന മനുഷ്യൻ്റെ ഓർമ്മകളുടെ ജീവിത കയ്യൊപ്പില്ല എങ്കിൽ GS പ്രദീപ് എന്ന വ്യക്തി ഇല്ല തന്നെ. അന്ന് കൈരളിയിൽ നിന്ന് വന്ന ഒരു ഫോൺ കോൾ, കൈരളിയുടെയും ആരംഭകാലമാണ്. ആ ഫോൺ കോൾ സുഹൃത്തുക്കൾ ജോബിയോ മോനിലാലോ മറ്റോ തമാശയ്ക്ക് വിളിച്ചതാണ്. കാരണം ചെയർമാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൈരളിയിൽ നിന്ന് കോളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആരാ? അച്ഛൻ ജീവിച്ചിരിക്കുന്നു. ആരാണ്? ഞാൻ പറഞ്ഞു, കൈരളിയിൽ നിന്ന് ഇങ്ങനെ ചെയർമാൻ വെയിറ്റ് ചെയ്യുന്നു, പോയി നോക്ക്. ഞാൻ പറഞ്ഞു, നമ്മുടെ കൂട്ടുകാർ മിമിക്രിക്കാർ പറ്റിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന, പിന്നീട് 10-20 വർഷമായി കാണും കണ്ടിട്ട്, ഇല്ല ഇപ്പം ഇല്ല, വയനാടുകാരിയായ ഒരു പെൺകുട്ടി സുമ. ആ പെൺകുട്ടിയോട് അന്നൊരു പഴയ ജീൻസും ഷേവ് ചെയ്യാത്ത മുഖവും കുളിക്കാത്ത തലമുടിയും ഒക്കെ ആയി ചെന്ന ഞാൻ, എൻ്റെ പേര് പ്രദീപ് എന്നാണ്, നിങ്ങളുടെ പേര് പറഞ്ഞ് പറ്റിക്കാൻ ആരോ വിളിച്ചു എന്ന് പറയാനാണ് പോയത്, എൻ്റെ പേര് പ്രദീപ് എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വരണം, മുകളിൽ ചെയർമാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ആ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സുമ ഇല്ല എങ്കിൽ ഞാനില്ല. ഞാനെന്നാ മുറിക്കകത്തേക്ക് കയറി ചെന്നപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാതെ പോയ മലയാളത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും മഹാനായ നടൻ ഒരു സദസ്സിനെ മുഴുവൻ തൻ്റെ ഏകാഭിനയം കൊണ്ട് പാളയത്തെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നിഷ്ഫലമായി പോയോ പ്രിയേ എൻ്റെ ജീവിതമെന്ന് മണ്ടോദരിയോടുള്ള രാവണ പ്രശ്നത്തിലൂടെ ആവിഷ്കരിച്ച് ഞങ്ങളുടെയൊക്കെ കൺമുന്നിൽ വേദിയിലേക്ക് ONV കുറുപ്പ് സാർ കയറി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരിക്കലും നിഷ്ഫലമല്ല മുരളി നിന്റെ ജീവിതമെന്ന് പറഞ്ഞ മഹാനായ നടൻ മുരളിച്ചേട്ടൻ ആകെ പരിചയമുണ്ടായിരുന്ന മുഖം അതാണ്. സർവകലാശാല ക്യാമ്പസും നാടകോത്സവവും ഒക്കെയായി തട്ടിയിട്ട് നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ മുരളിച്ചേട്ടൻ ഇല്ലെങ്കിൽ ഞാനില്ല. ജീവിതത്തിൽ ആദ്യമായി അന്ന് നേരിട്ട് കണ്ട ചന്ദന കളറിലുള്ള ഒരു പൈജാമയും കുർത്തയും ഇട്ടുകൊണ്ട് 26 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ പ്രായം കൂടുന്തോറും ചെറുപ്പം കൂടിക്കൊണ്ടിരിക്കുന്ന ആ അത്ഭുത പ്രതിഭാസത്തിന് 26 വർഷം മുമ്പുള്ള ചെറുപ്പം നിങ്ങൾക്ക് ഊഹിക്കാം. ആ വ്യക്തി നിങ്ങൾക്ക് ഈ ആളുകളെയൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരാളിനെ വിചാരിച്ചു, കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രമിക്കാമെന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ ശ്രീമതി ബെറ്റി ലൂയിസ് ബേബിയൊക്കെ ഉണ്ട് അവിടെ. അദ്ദേഹം ഒരു കുസൃതിക്കാരൻ്റെ ചിരിയോടുകൂടി മദർ തെരേസയെ പോലുള്ള ആളുകളെയൊക്കെ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടൊരു പേരെഴുതി വെച്ചപ്പോൾ പെട്ടെന്നൊരു ഉൾവിളിയിൽ അതിലെന്തോ ഒരു കൗതുകമുണ്ടല്ലോ എന്ന തോന്നലിൽ അന്നത്തെ പ്രധാന വാർത്താ വിഷയമായിരുന്ന ചോദ്യങ്ങളൊന്നുമില്ലാതെ മോണിക്ക ലെവിൻസ്കി ആണോ മനസ്സിൽ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഷേക്കൻഡ് തരികയും ഈ കരാർ ഒപ്പിട്ട് ഇതൊരു ടെലിവിഷൻ പ്രോഗ്രാം ആക്കുമെന്ന് അന്നത്തെ പ്രൊഡക്ഷൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ശ്രീ സുന്ദരനോട് പറയുകയും ചെയ്ത മലയാളത്തിലെ അനുകരിക്കപ്പെടാത്ത മഹാവ്യക്തിത്വം, പൗരുഷം, നടനത്തിൻ്റെ പരമവാക്കായ ശ്രീ മമ്മൂട്ടി ഇല്ലെങ്കിൽ ഞാനും അശ്വമേധവും ഇല്ല തന്നെ. അങ്ങനെ ആ പ്രോഗ്രാം ആരംഭിക്കാൻ ആ മുറിയിൽ തീരുമാനമുണ്ടായപ്പോൾ ഇതിനെന്ത് പേരിടണം എന്ന് ചോദിക്കുമ്പോൾ
ആരൊരാൾ ഈ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിന് മാർഗം മുടക്കുവാൻ എന്ന വയലാറിന്റെ അശ്വമേധം എന്ന കവിതയിലെ വരികൾ പോലെ കൈരളി ടി വി ഒരു കുതിരയെ അഴിച്ചുവിടുകയാണല്ലോ, അതിന് അശ്വമേധം എന്ന് തന്നെ മതി പേര് എന്ന് അന്ന് തീരുമാനിച്ച് അവിടെ അനൗൺസ് ചെയ്ത കൈരളി ടി വിയുടെ അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സംഗീത സാംസ്കാരിക പ്രവർത്തകനുമായ ആദരണീയനായ ശ്രീ വി കൃഷ്ണകുമാർ സാർ ഇല്ല എങ്കിൽ അശ്വമേധം എന്ന വാക്കുപോലും ഒരു ടെലിവിഷൻ മേഖലയിൽ ഉണ്ടാവുകയില്ല എന്നത് തന്നെ. അന്നു മുതൽ ഈ എൻ്റെ 26 വർഷം എന്ന് പറയുന്നത് പോലെ ഈ 26 വർഷക്കാലവും ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടി വിയെ കൈവെള്ളയിലിട്ട് അതിന് പൂട്ടും താക്കോലും ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ച വെങ്കിട്ടരാമൻ സാറോ മാർക്കറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന സുനിലോ ഒക്കെ ഇല്ല എങ്കിലും ഞങ്ങളാരും ഇല്ല തന്നെ. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം, ഇത് ആരംഭിച്ച കാലത്തൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ വ്യത്യസ്തമായിരുന്നു. എന്നോട് ബ്രിട്ടാ സാറ് പറഞ്ഞു, പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ പ്രദീപിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നതായിരുന്നു ആ കാലത്ത്. ഇപ്പോഴല്ല, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ 13 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലത്ത് പ്രദീപിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നതായിരുന്നു ബുദ്ധിമുട്ടെന്ന് ബ്രിട്ടാ സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയ സഹനങ്ങളുണ്ട്. കാരണം ചിത്രാഞ്ജലിയിലായിരുന്നു ആദ്യം ഷൂട്ടിംഗ്. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ഷൂട്ടിംഗ് ഓരോ ദിവസവും വെറ്റിച്ചിക്കറിയ രാത്രി 2 മണി വരെ, ഒരു ദിവസം ബേസിൽ ഒരു ദിവസം 16 എപ്പിസോഡുകൾ നിരന്തരമായി ആഹാരം കഴിക്കാതെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പേർ ചേർന്ന് ഷൂട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് കൂടിയാണ് അശ്വമേധം. ശ്രീ മന്നൻ നേതൃത്വം കൊടുത്ത, ശ്രീ നന്ദകുമാർ മേനോൻ നേതൃത്വം കൊടുത്ത ശ്രീ പെരുമ്പടവം ശ്രീകുമാറും പി ശ്രീകുമാറും അടക്കമുള്ളവർ, പോൾ മൈക്കാവും അടക്കമുള്ള വലിയൊരു ക്യാമറ ടീം, ഷാജി കമലേശ്വരം ഒക്കെ അടക്കമുള്ള, ഷാഫി അടക്കമുള്ള, മരിച്ചുപോയ സജി പൂഴിക്കുന്ന് അടക്കമുള്ള എത്രയോ പേർ, ശ്രീ അജി കുമാരപുരം, അയാളുടെ പ്രൊഫൈലിൽ തന്നെ ആദ്യത്തെ പേര്, അദ്ദേഹം ജയ്ഹിന്ദ് ടിവിയുടെ ചീഫ് സൗണ്ട് റെക്കോർഡിസ്റ്റാണ്. പ്രൊഫൈലിൽ ആദ്യത്തെ വാചകം പക്ഷേ done 1400+ episodes of the prestigious show അശ്വമേധം എന്നാണ് അജിയുടെ പ്രൊഫൈൽ തന്നെ. അജി കുമാരപുരവും സാജനും അടക്കമുള്ള, രതീഷൊക്കെ അടക്കമുള്ള സൗണ്ട് എഞ്ചിനീയർമാർ. ആദ്യമായി മുഖത്ത് ചായം പുരട്ടിയ പട്ടണം ഷാനവാസ് മുതൽ ലൗലി വരെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേർ. സതീഷ് നമ്പൂതിരിയെ തുടർന്നതിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത അശ്വമേധത്തിന് ജീവനും രൂപവും നൽകിയ, ഇന്ന് വിസ സംബന്ധമായ ബുദ്ധിമുട്ട് കാരണം പറന്നെത്താൻ കഴിയാതെ പോയ എൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് പാലി, ശ്രീ പി രാജീവ്, മലയാളത്തിൻ്റെ പ്രഗത്ഭ നടനായിരുന്ന, അന്ന് രാത്രി 2 മണിവരെ അതിൻ്റെ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായി ചിത്രാഞ്ജലിയിൽ ഇങ്ങനെ ഉറക്കമുളച്ച് ജോലി ചെയ്യുമായിരുന്ന നിങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ നടൻ ശ്രീകാന്ത് മുരളി, അതിൻ്റെ എഡിറ്ററായിരുന്ന മഹാനായ മലയാള പ്രതിഭയായി മാറിയ ഡോൺ മാക്സ്, അശ്വമേധത്തിൻ്റെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു ഡോൺ മാക്സ്, സൂരജ്, ഗണപതി, ഇതിനാദ്യം ടൈറ്റിൽ, നിങ്ങൾ ഈ കാണുന്ന അശ്വമേധം എന്ന ടൈറ്റിൽ സൃഷ്ടിച്ച പഴയ പേഴ്സി ജോസഫ്, അങ്ങനെ എത്രയോ പേർ, ശ്രീ സിദ്ധാർത്ഥ മേനോൻ അടക്കം ഒരുപാട് പേർ. മരണത്തിൻ്റെ കടലിൽ നിന്നും ഏയുടെ കാലത്ത് അശ്വമേധം ഇനി പുതുതായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ, മനുഷ്യപ്രജ്ഞയോളം ഒക്കുമോ യന്ത്രത്തിന് എന്ന് ഒരു ഇച്ചിരി ആത്മവിശ്വാസത്തോടെ ഉള്ളിൽ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ കഴിവല്ല, മറിച്ച് അശ്വമേധം അതിൻ്റെ ആദ്യത്തെ 1000 എപ്പിസോഡുകളിൽ ജൂറിയുടെ മുന്നിൽ കമ്പ്യൂട്ടർ ഇല്ലാതെ നടന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം അതിൻ്റെ ആദ്യത്തെ 1000 എപ്പിസോഡുകളിൽ കമ്പ്യൂട്ടർ വേണ്ട, വിചാരിച്ച ആളിനെ കുറിച്ച് മത്സരാർത്ഥി പറയുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് തൻ്റെ അറിവിൽ നിന്നും ഓർമ്മയിൽ നിന്നും താടി തിറവിക്കൊണ്ട് പറയാൻ കഴിയുമായിരുന്ന ബാബു ഭരദ്വാജ് എന്ന ദക്ഷിണാശാലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. മലയാളത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിഭ തമിഴിലും തെലുങ്കിലും ശ്രീലങ്കയിലും വരെ അശ്വമേധത്തിൻ്റെ വിവിധ ഭാഷകളിൽ ഞാൻ ഉപയോഗിച്ചു. കാരണം അദ്ദേഹത്തിനൊരു പകരക്കാരൻ കേരളത്തിലില്ലായിരുന്നു. അങ്ങനെ എത്രയോ പേർ. ഇതിൽ ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ബോധപൂർവമല്ലെന്നും, അത് 25 വർഷത്തിൻ്റെ സാഗയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ നിന്ന്, ശ്രീ പി ശ്രീകുമാർ, പെരുമ്പടവം ശ്രീകുമാർ ഒക്കെ പോലെ ഒരുപാട് പേർ, ഗോപൻ, ഇവരാരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായ ഒരു പിഴവ് മാത്രമാണെന്ന് കരുതണം എന്ന് അഭ്യർത്ഥിക്കുന്നു.